എടി ദേവി, നിനക്ക് എന്നാത്തിൻ്റെ കേടാടി? നീ എപ്പോഴും എപ്പോഴും വന്ന് എന്നെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കണ കാര്യം എന്താ? അല്ല, എന്നെ ചൊറിയണ കാര്യം എന്താ? നീ ഒരു വിധത്തിലും എനിക്കൊരു മനസ്സമാധാനത്തിന് തരില്ല. എൻ്റെ പൊന്ന് ദൈവമേ, ഇവളെ കൊണ്ട് വലിയൊരു ശല്യമായിരിക്കുകയാണ്. ഇത് എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചാൽ ഞാനെങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകട്ടാ. എന്താണ്? ആഹാ, പോണമെന്ന് കാണണമെന്നാ? ആ, ഞാൻ പോവും. നീയും വരുമോ? അവിടെ നിന്ന് എനിക്കൊരു സൗകര്യം തരില്ലേ ദേവി നീ? ഞാൻ പോവും. ഇത് ഞാനും കൂടെ വരുമെന്ന്? എൻ്റെ പൊന്ന് ദേവി, വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് എപ്പോഴും നീ എന്നെ ഇങ്ങനെ ശല്യം ചെയ്ത് ഇപ്പം എനിക്ക് തലക്ക് ഒരു സമാധാനം ഇല്ലാണ്ടായി. വല്ലാത്തൊരു തലവേദനയാണ് ഏത് സമയം നോക്കിയാലും. എന്നെ ഒന്ന് വെറുതെ വിട് ദേവി. എന്താ നിൻ്റെ ശരിക്കിനുള്ള പ്രശ്നം എന്താ? എന്ത്? വീട്ടിൽ പോകണമെന്നാ? എടി, നിൻ്റെ അടുത്ത് ഞാൻ മര്യാദക്കല്ലേ പറഞ്ഞത് ഞായറാഴ്ച പോകാമെന്ന്? പറ്റൂല, നാളെ തന്നെ പോകണമെന്നാ? എൻ്റെ പൊന്നെ ദേവി, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. ഒരു പണി ഞാൻ നോക്കട്ടെ, സമാധാനപ്പെടും. എന്നാലെങ്കിലും നീ എനിക്ക് കുറച്ച് സമാധാനം താ ദേവി. തലകുലിക്ക് കൊണ്ട് തരാന്നാ? ആദ്യം നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ ദേവി. എന്തായാലും എന്തേ, ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ പോയി. ഇനി എന്നെ ശല്യം ചെയ്യാൻ പറ്റില്ല കേട്ടാ. കുറച്ച് സമാധാനം താ ദേവി. ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തത്? എപ്പോഴും ഇങ്ങനെ ഓരോരോ കാര്യം കൊണ്ട് കലകല പറഞ്ഞ് എൻ്റെ ചെവിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ എൻ്റെ ചെവി കടിച്ചിന്ന് എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണത്? ഞാനൊരു പാവമല്ലേ? എന്താണ്? അത് ഉറക്കത്തിലാണെന്നാ? എൻ്റെ പൊന്നെ, ഉറക്കത്തിലായാലും എവിടെയായാലും ഞാനൊരു പാവമല്ലേ? ഇത്തിരി നേരം കിടന്നുറങ്ങട്ടെ, എൻ്റെ പൊന്നല്ലേ, ശല്യം ചെയ്യല്ലേ. കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ, വല്ലാത്തൊരു തലവേദന.